ഹലോ, എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോഴേ അച്ചാറിൻ്റെ പരിപാടി തന്നെയാണ് ഇപ്പം. മാങ്ങാക്കാലം ചക്കക്കാലമായ അതിൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാങ്ങ പൊട്ടിച്ചെടുക്കണം. നിലത്ത് വീഴാത്ത മാങ്ങ കിട്ടണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ ഏതാ പറിക്കേണ്ട ഒരു ഐഡിയ അല്ല. നല്ല വെയിലാണ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലാവും കേട്ടോ. ഒക്കെ പഴുക്കാൻ ആവുന്നുണ്ട്, പഴുത്ത് ചാടലൊക്കെ തുടങ്ങിയിരിക്കണം. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ കാട്ടുക, ഒന്നും പറിക്കാനും തോന്നണില്ല. അതാണെങ്കിൽ കുറേ വലുതാവും ചെയ്യും. പഴുത്താൽ നല്ല ടേസ്റ്റാണ്. ഏതായാലും കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്തുങ്ങാണ്ട് നല്ലോണം വെള്ളത്തിലിട്ട് അങ്ങോട്ട് കഴുകി ചെറുത് നോക്കി പൊട്ടിച്ചെടുത്തിട്ടോ. ഒക്കെ മൂത്തുക്കള് അണ്ടി കൂട് കൂട്ടിയതും കൂട് കൂട്ടാത്തതും ഒക്കെ ഉണ്ട്. കുറച്ചൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മളൊരു വയറ് അച്ചാറാണ് ഉണ്ടാക്കാൻ പോണത്. എത്ര കാലമോ സൂക്ഷിക്കുക. ഒരുപാട് സുർക്കും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് കറുമുറേനെ കഴിക്കാം. അപ്പോൾ അത് മാങ്ങയൊക്കെ നല്ലോണം കഴുകി ഞാൻ വെള്ളം വാർന്നിട്ട് ഞാൻ ഒരു ഉണങ്ങിയൊരു മുണ്ടിൽ തുടച്ചെടുക്കുകയാണ്. നനവുണ്ടാവാൻ പാടില്ല കേട്ടോ. ഏതായാലും നമുക്കിത് ഒരു കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്നാലും നനവോടെ വേണ്ട. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ചെറിയ കഷ്ണമാക്കി വലിപ്പത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. പിന്നെ വേറൊരു മാങ്ങയുണ്ട് കേട്ടോ. ഒരു മാങ്ങ നിന്ന് വലുത്, ആ ഒരു മാങ്ങയും കൂടി എടുത്തിക്കണം കേട്ടോ. അതാണ് ഇപ്പം ഞാൻ മുറിക്കണത്, കണ്ടോ. അത് നല്ല കഴമ്പുള്ള മാങ്ങ. അത് കൊമ്പ് പൊട്ടി ഇങ്ങോട്ട് ചാടിക്കണ്. ഒരു ചെറിയൊരു കൊമ്പുമ്പോൾ 8-10 മാങ്ങ ഉണ്ട്. അപ്പോൾ ആ കൊമ്പിന് താങ്ങാൻ പറ്റാതെ വീണതാണ്. അപ്പോൾ അതും കൂടി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചെനച്ച മാങ്ങയാണ്. ഈ ചെനച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരമുണ്ട്, നല്ല പുളിയില്ല, പാകത്തെ പുളി. അപ്പോൾ ഇതൊക്കെ പാടെ ഞാൻ മുറത്തേക്ക് ഇട്ടിക്കണ്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള, നമുക്ക് അച്ചാറൊക്കെയുള്ള ഉപ്പ് പൊടി തന്നെ എടുക്കണം കേട്ടോ. കല്ലുണ്ടാകും, കല്ല് പറ്റൂല. കല്ലാണെങ്കിൽ പൊടിച്ചാൽ മതി. അത് കല്ല് പൊടിച്ചതാണ് കേട്ടോ. കല്ലുപ്പ് പൊടിച്ചങ്ങാണ്ട് നല്ലോണം ഉപ്പ് അങ്ങോട്ട് തിരുമ്പുക. മുറത്തിൽ മാങ്ങ നല്ലോണം കുഴച്ച് ഉപ്പ് തിരുമ്പിരിക്കുക. ഇതുപോലെ ഒന്ന് അച്ചാറിട്ടോ കൊണ്ടിട്ടോ മക്കളെ, എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങൾ. അപ്പോൾ അതാ ഉപ്പ് നല്ലോണം കുഴച്ചു. അപ്പോൾ ഇപ്പം തന്നെ ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിനുള്ള സമയം കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യുക, അത് 2-3 തട്ടിലാക്കിയിട്ട് പിന്നെ ടെറസിൻ്റെ മുകളിൽ വെയിലത്താണ് വെക്കുക. 2-3-4 മണിക്കൂർ വെയിലത്ത് വെച്ചങ്ങാണ്ട് ഈ ഉപ്പും മാങ്ങയിൽ നിന്ന് പൊടിഞ്ഞു വരുന്ന വെള്ളവും ഒക്കെ അങ്ങോട്ട് ഉണക്കിയിട്ട് എടുക്കണം കേട്ടോ. മാങ്ങ വെയിലത്ത് വെച്ച് നല്ലോണം ഒന്ന് 2-3-4 മണിക്കൂർ ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മളിത് അച്ചാറിടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ ഞാൻ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഒന്നുകൂടി വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് തിരുമ്പിക്കാണ്ട് ഒന്ന് ഉണക്കിയത്. അപ്പോൾ ഉപ്പ് ഇതിന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല എണ്ണ ഈ ചട്ടിയിലാണ് ഞാൻ അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇതാ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം പകൽ ഞാൻ ഈ മാങ്ങ നന്നായിട്ട് ഉണക്കി അവിടെ വെച്ചു. ഇപ്പോൾ രാത്രി ഒരു 8 മണിയായിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാൻ പോണത്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഉലുവയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ. നമ്മൾ എത്രയാണ് അച്ചാർ ഇടുന്നത് അതിനനുസരിച്ച് കണക്കും കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇടുന്നത്. പിന്നെ അതവിടെ പൊട്ടട്ടെ. അത് പൊട്ടുമ്പോഴത്തേനും ഇതവിടെ ഞാനിതാ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ സംഭവം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ലോണം അരച്ചിട്ട് ചേർക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ അച്ചാറിലേക്ക് ഇത് നന്നായിട്ട് അപ്പോൾ അത് പൊട്ടി തീർന്നിട്ടുണ്ട്. കടുകും ഉലുവയും പൊട്ടി തീർന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കുകൊണ്ട് ഇനി നമ്മൾ ഈ എണ്ണയിൽ കടന്നിട്ട് നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ ഒന്നങ്ങോട്ട് വാടട്ടെ. നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതാ കുറച്ച് കായം പൊടി എടുത്തിട്ടുണ്ട്. ഇത് കായത്തിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് കണ്ടോ നല്ലോണം നമ്മളെ ഈ വെളുത്തുള്ളി ഇഞ്ചി കണ്ടോ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ അച്ചാറിൽ ആ ചുവ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായം ഇട്ട് കൊടുക്കാം കേട്ടോ. കായം നല്ലോണം ഒന്നിങ്ങോട്ട് എണ്ണയിൽ കടന്നൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് എണ്ണയിൽ കടന്നൊന്നും അങ്ങോട്ട് ചൂട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി. അപ്പോൾ ഞാൻ അത്രയും മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതാ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. 1 ടീസ്പൂൺ കൂടെ ഇട്ടിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇതൊന്ന് ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അച്ചാറിന് ഒരു മഞ്ഞ കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടട്ടെ. മഞ്ഞൾപ്പൊടി ഇവിടെ ഉണ്ട്.
ഇത് നമ്മുടെ നാടൻ മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ ഏതും ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇതാ നമ്മളെ പിന്നെ കായവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി ഉണക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തീ നല്ലോണം സിമ്മിലാക്കണം കേട്ടോ. ഇത് ഈ നമ്മുടെ മസാലകൾ ഈ മാങ്ങയിലൊന്ന് പരളുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ ഇത് നമ്മുടെ ഉപ്പ് നമുക്ക് ഇതിലിപ്പോൾ ഇടേണ്ട കാര്യമില്ല. നമ്മൾ ഉപ്പിൽ കുഴച്ചൊന്ന് പിന്നെ റെഡിയാക്കിയിട്ടുള്ള മാങ്ങയാണ്. ഇനി നമുക്ക് ഇത് മാങ്ങ വേവരുത് കേട്ടോ. ഞാനിത് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം മാങ്ങ വെന്ത് പോവും. അപ്പോൾ ഉപ്പിൽ കുഴച്ച മാങ്ങയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ ഇതിൽ നല്ലോണം പെരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മസാലയിലേക്കുള്ള ഉപ്പ് ചിലപ്പോൾ ഇതിലുണ്ടാവില്ല, അല്ലെങ്കിൽ ഉപ്പ് പാകമാവും. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കുറച്ചുകൂടെ കുപ്പിയിൽ ബാലൻസ് ഉള്ളതായിരുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇന്ന് ഒരു ദിവസം നാളെ നേരെ വെളുക്കോളം എന്ത് ചെയ്യുക, അത് ഇതിൽ കിടക്കണം. എന്നിട്ട് നമുക്കൊരു ടിന്നിക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. കല്ലുപ്പാണ്. അപ്പോൾ ഇത് അലിയാൻ കുറച്ച് താമസം വരും. ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ നമ്മളിതിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്കിത് അലിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് പിന്നെ അത് ടിന്നിലാക്കിയാൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉള്ള മാങ്ങാച്ചാറ് ഒന്ന് ഇട്ട് നോക്കുകൊണ്ടി, നല്ല ടേസ്റ്റ് ആവും കേട്ടോ. മാത്രമല്ല അത് നമുക്ക് പുറത്ത് വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. കുറേ കാലം പൂപ്പൽ വരാതെ കേടാവാതെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാനുണ്ട്. കാരണം നമ്മൾ ഈ മാങ്ങ വേവിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഉപ്പ് തിരുമ്പി ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 3-4 മണിക്കൂർ വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചൂടാറിയിട്ട് ഒരു 10 മിനിറ്റ് അല്ല, നാളെ രാവിലെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊരു കുപ്പിയിലിട്ട് അടച്ചേക്കാം. പിന്നെ നമുക്ക് പിറ്റേ ദിവസം മുതൽ ഉപയോഗിക്കാൻ പറ്റും.